ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്ന് വിളി കേട്ടെ, എന്തോന്ന് വിളി കേൾക്ക്. എന്തോന്ന് വിളി കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാ. ഈശോയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഒത്തിച്ചു കൂടിയിട്ട് ഈശോയുടെ കുഞ്ഞുമക്കളെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്തോന്ന് വിളി കേൾക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിലിരുന്ന ദൈവപിതാവിന് എന്തുമാത്രം സന്തോഷമാണെന്നറിയാവോ? അതുപോലെ സാറിനും സന്തോഷമാണ് നിങ്ങളുടെ എന്തോന്നുള്ള വിളി കേൾക്കുമ്പോൾ. എത്ര താല്പര്യത്തോടെയാണ് നിങ്ങൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും കൈ കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് ഈശോയോട് കൂടി ആയിരിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും നിരന്തരം കാത്തു പരിപാലിക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വസിക്കുന്നു. ഈശോയെ, അങ്ങയെക്കുറിച്ച് പഠിക്കുവാൻ കുഞ്ഞുമക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈശോയെ, കൂടുതൽ അങ്ങയെ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങനെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനും ഞങ്ങളുടെ കൂടെ അങ്ങുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ അധ്യാപകരെ, ഞങ്ങളുടെ കൂട്ടുകാരെയും എല്ലാം ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അമ്മേ മാതാവേ, അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ഈശോയെക്കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ സന്തോഷം നൽകുകയും ചെയ്യണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഇരിക്കുക. സന്തോഷമല്ലേ? സന്തോഷമല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? തോമാ ശ്ലീഹായിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ് പഠിച്ചതല്ലേ? മക്കൾ ഓർക്കുന്നില്ലേ? ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ശേഷം, ഈശോ കുരിശിൽ മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനാണ് പഠിച്ചതല്ലേ? ഈശോയുടെ ഉത്ഥാനത്തോടെ ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമായി നമ്മൾ പഠിച്ചു. ഈശോയുടെ മരണത്തോടെ അവർ ദുഃഖിതരായിരുന്നു അല്ലേ? അവർ ദുഃഖിതരായിരുന്നു. യഹൂദരെ ഭയന്ന് അവർ കഥ കടച്ച് അവർ മുറിക്കുള്ളിൽ ഇരിക്കുമ്പോഴാണ് ഈശോ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം പറഞ്ഞത് എന്താ? എന്താ ജോവിറ്റ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം. ജോവിറ്റ ഓർത്തിരിപ്പുണ്ട്, മിടുക്കിയാണ് കേട്ടോ. നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറഞ്ഞത്. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. നമ്മൾ കണ്ടു, ആദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാ ശ്ലീഹ അവരുടെ കൂടെ ഇല്ലായിരുന്നു അല്ലേ? ഈശോ അവരെ കൈകളും പാർശ്വങ്ങളും എല്ലാം കാണിച്ച് അവരെ സന്തോഷവാന്മാരാക്കി. ശിഷ്യന്മാരെ, ദുഃഖിതരായിരുന്ന, മ്ലാനവതരായിരുന്ന, എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇരുന്ന ശിഷ്യന്മാരെ സന്തോഷവാന്മാരാക്കി. നമ്മുടെ തോമസ് എന്നേരം അവിടെ കൂടെ ഇല്ലായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ? തോമാ ശ്ലീഹ പുറത്തു പോയതായിരുന്നു. തോമാ ശ്ലീഹ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്താ പറഞ്ഞേ? ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമാ ശ്ലീഹ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിശ്വസിക്കുകയല്ലെന്ന് പറഞ്ഞു. എന്ത് കാണിച്ചാലേ വിശ്വസിക്കുകയുള്ളെന്ന് പറഞ്ഞു? അവൻ്റെ കൈകൾ കാണുക, അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകളിൽ എൻ്റെ കൈവിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ച് തോമാ ശ്ലീഹായ നമ്മൾ കണ്ടതല്ലേ? എന്ത് സംഭവിച്ചു? വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നപ്പോൾ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. എന്നിട്ട് തോമസിനെ വിളിച്ചു, തോമസേ വാ, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അതല്ലേ മക്കളെ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? പഠിച്ചു. നോട്ടൊക്കെ എഴുതി അയച്ചോ? അയച്ച് മിടുക്കരാണ് നിങ്ങൾ. നോട്ടൊക്കെ എഴുതി അയച്ചു അല്ലേ? 1-2 പേര് എഴുതി അയച്ചിട്ടില്ല. സാറിന് അറിയാം, അധ്യാപകർ വിളിച്ച് പറഞ്ഞു മക്കളെല്ലാവരും മിടുക്കരാണ്. അപ്പോൾ ഞങ്ങൾ നല്ല പിള്ളേരാണ് കേട്ടോ. അപ്പോൾ തോമാ ശ്ലീഹ എന്താ പറഞ്ഞത്? തോമാ ശ്ലീഹ എന്താ പറഞ്ഞതെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത് കേട്ടോ. തോമാ ശ്ലീഹ പറഞ്ഞത് എന്താണെന്നറിയാവോ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എന്താ തോമാ ശ്ലീഹ പറഞ്ഞത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാ ശ്ലീഹായോട് ഈശോ പറഞ്ഞു തോമസേ ഇവിടെ വരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ
തോമാസ് ലീഗ ഈശോയുടെ പാർശ്വത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കൈകൊണ്ട് ഇങ്ങനെ ചെന്നിട്ട് തോമാസ് ലീഗ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. ഇതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണതല്ലേ? അപ്പോൾ ഈശോ തോമാസ് ലീഗായോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താ പറഞ്ഞത് ഹെലനെ? എന്താ ഹെലനെ പറഞ്ഞത്? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ആരായിരിക്കും കാണാതെ വിശ്വസിക്കുന്നവരാരാ? നമ്മൾ ഓരോരുത്തരും അല്ലേ? ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്ന് ഈശോയെ കണ്ട് വളർന്നവരാ അല്ലേ? ഈശോയുടെ പാർശ്വത്തിലെല്ലാം അവർ കൈകൾ വെച്ചു. നമ്മൾ ഈശോയുടെ പാർശ്വത്തിൽ കൈകൾ വെച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ വിശ്വാസം കൊണ്ടാ അവർ പകർന്നു തന്ന നമ്മുടെ വിശ്വാസമാണല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാ ഈശോ പറഞ്ഞിരിക്കുന്നത്. കർത്താവും ദൈവവുമായി ഈശോയെ ഏറ്റു പറയുകയായിരുന്നു തോമാസ് ലീഗ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ കർത്താവും ദൈവവുമായി ഈശോയെ ഏറ്റു പറയുക. വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രഖ്യാപനമായിരുന്നു അതെന്ന് പറഞ്ഞു. ഏത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലീഗായുടെ പ്രഖ്യാപനം. നമുക്കറിയാം, ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്താ മക്കളെ? ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. വിശ്വാസികളുടെ പിതാവ് ആരാ? അബ്രാഹാം. എമ്മാനുവേൽ കൃത്യം പറഞ്ഞു കേട്ടോ. എമ്മാനുവേൽ മിടുക്കനാ. ആരാ വിശ്വാസികളുടെ പിതാവ്? അബ്രാഹമാ അല്ലേ? നമ്മളെല്ലാം വിശ്വാസികളുടെ പിതാവായിട്ട് കാണുന്ന അബ്രാഹത്തെയാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, അബ്രാഹം എങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവായെന്ന് സാറിൻ്റെ കയ്യിൽ വളരെ മനോഹരമായൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണണ്ടേ? വളരെ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. എങ്ങനെയാ അബ്രാഹം വിശ്വാസികളുടെ പിതാവായെന്നാ ഒന്ന് കണ്ടേ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ബഹുമാനിച്ചു. അവനെയും അവനിലൂടെ ദേശങ്ങളെയും അനുഗ്രഹിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും സന്തതി പരമ്പരകളെ നൽകാമെന്ന് അനുഗ്രഹിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം കാരണം യഹോവ അവന് ധർമ്മിഷ്ഠനെന്ന് പറഞ്ഞു. ജനം അവനെ ദൈവസുഹൃത്ത് എന്ന് വിളിച്ചു. ഒരു ദിവസം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു, തന്നെ വിശ്വസിക്കുകയും തന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന്. അബ്രഹാമിന്റെ പുത്രനെ തനിക്ക് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ മകനിലൂടെയാണ് യഹോവ തനിക്ക് അനേകം സന്തതി പരമ്പരകളെ വാഗ്ദാനം ചെയ്തതെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ദൈവകൽപ്പന അനുസരിക്കാൻ തയ്യാറായി. പുത്രനെ ബലി കഴിക്കാൻ അബ്രഹാം ഒരുക്കം കൂട്ടി. അബ്രഹാം കത്തി ഉയർത്തി. അപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാം, അവന്റെ മേൽ കൈവയ്ക്കരുത്. നീ നമ്മെ ഭയപ്പെടുന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കും എന്ന് നാം അറിയുന്നു. അബ്രഹാമിന്റെ പിറകിൽ ഒരാട്ടുകൊറ്റൻ കൊമ്പുകുടുങ്ങി കിടക്കുന്നത് കണ്ടു. ദൈവം കാണിച്ചു കൊടുത്ത ആ ആടിനെ പുത്രന് പകരം ബലിയർപ്പിച്ചു. അബ്രഹാമിന്റെ പുത്രന് പകരം ബലിക്കായി ആട്ടുകൊറ്റനെ കാണിച്ചു കൊടുത്തതിലൂടെ ദൈവം മനുഷ്യരോടുള്ള അതിയായ സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. പിതാവിന് മക്കളോട് തോന്നുന്ന വാത്സല്യം. മനുഷ്യർക്കു പകരം അന്തിമ ബലിക്കായി മറ്റൊരാൾ സമർപ്പിക്കപ്പെടും എന്നതും ഇങ്ങനെ പ്രകടമാക്കപ്പെട്ടു. കണ്ടോ എല്ലാവരും? പ്രായത്തിന്റെ ആധിക്യത്തില് ഒരു മകൻ ജനിച്ചു അബ്രാഹത്തിനല്ലേ? ആ മകനെ ഇസഹാക്കിനെ ബലി കഴിപ്പിക്കാൻ ദൈവം പറയുക, നീ നിന്റെ മകനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് ബലി കഴിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം ഒരു പരാതിയും പറഞ്ഞില്ല. പറഞ്ഞോ? ഒരു പരാതിയും പറഞ്ഞില്ല. ദൈവത്തോട് ഒരു മറുചോദ്യം ചോദിച്ചില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ സങ്കടപ്പെട്ടില്ല. ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോയി. എന്നിട്ട് മോറിയ മലയിൽ ചെന്ന് അവനെ കൈകളെല്ലാം കെട്ടി. നമുക്ക് പാവം തോന്നും അല്ലേ? പാവം തോന്നിയല്ലേ ആ കൊച്ചിൻ്റെ? തോന്നിയില്ല നിങ്ങൾക്ക്? സാറിന് പാവം തോന്നി. കൊച്ചിനെ കൈ ബന്ധിച്ച്, ഇസഹാക്കിനെ കൈ ബന്ധിച്ച് അവിടെ ബലിപീഠത്തിൽ കിടത്തി.
എന്താ പറയുന്നത്, അവനെ ബലി കഴിക്കാൻ വേണ്ടിയിട്ട് കത്തി എടുക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ സ്വരമുണ്ടായി. ആട്ടിൻകുട്ടിയെ ബലി കഴിക്കുന്നു, കണ്ടു നിങ്ങൾ വീഡിയോയിലല്ലേ? അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് സാർ പറയുന്നത് ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം. നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ഒരു പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞു, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. 9 കാര്യങ്ങളെന്ന് പറഞ്ഞായിരുന്നല്ലേ? 9 നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാ. എന്താ? ഒരു പുത്രൻ ജനിക്കും, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുമെന്ന് പറഞ്ഞു. ഒരു മറുപടിയും പറഞ്ഞില്ല. മറിയം എന്ത് പറഞ്ഞു? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമ്മതം നൽകിയ നിമിഷത്തിൽ വചനമായ ദൈവം അവളിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവ് അവളിൽ വസിച്ചു, വചനമായ ദൈവം അവളിൽ മനുഷ്യരൂപം ധരിച്ചു. നമ്മൾ പഠിച്ചിട്ടില്ലേ? വലിയ വിശ്വാസമാണ് മാതാവിൻ്റെ അല്ലേ? വിശ്വാസത്തിൻ്റെ നിറകുടമാ പരിശുദ്ധി അമ്മ. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധരെല്ലാവരും വിശ്വാസത്തിൻ്റെ നിറകുടമായിട്ട് നിൽക്കുന്നവരാ അല്ലേ? റാണി മരിയ രക്തസാക്ഷിയായത് എങ്ങനെയാണ്? റാണി മരിയ രക്തസാക്ഷിയായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവൾ പ്രവർത്തിച്ചു, പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. അതിന് അവൾ എന്ത് ചെയ്തു? അവൾക്ക് എന്ത് ചെയ്തു? കുത്തിക്കൊന്നു. ആരാ? സമന്തർ സിംഗ്. അപ്പോൾ ഓരോ കുത്തുമ്പോഴും ഈശോ 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 എന്ന് വിളിച്ച് അവൾ ജീവൻ വെടിഞ്ഞു. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവിക വെളിപ്പെടുത്തലിനുള്ള പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈശോ കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. നോക്കിക്കേ, എന്തൊരു സുന്ദരമായ വാക്കാണ്. ഈശോ കർത്താവാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. നമ്മൾ ഓരോരുത്തരും മക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതരം കൊണ്ട് ഏറ്റുപറയണം എന്നാ പറഞ്ഞത്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ അതരങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റുപറയണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. അതാ ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും, സാറിൻ്റെയും എമ്മാനുവലിൻ്റെയും ട്രീസയുടെയും ഒക്കെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് ആരെ മഹത്വപ്പെടുത്തണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനാ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ യേശുവിൻ്റെ ശിഷ്യരായി കഴിയുമ്പോൾ നമുക്ക് ഈശോയെ പ്രഘോഷിക്കാനുള്ള കടമയുണ്ട്. 2ാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? 2ാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? മാമോദിസ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ഈശോയെ പ്രഘോഷിക്കാനുള്ള കടമയുണ്ട്. നമ്മളത് ചെയ്യണം. നമ്മൾ സ്കൂളിലായിരിക്കുമ്പോൾ, നമ്മൾ കൂട്ടുകാരുടെ ഇടയിലായിരിക്കുമ്പോൾ, നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ, എപ്പോഴൊക്കെയാണോ നമുക്ക് ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, ഈശോയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, അപ്പോഴെല്ലാം എൻ്റെ മക്കൾ ഈശോയെക്കുറിച്ച് പറയണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമുക്കറിയാം മിശിഹ അനുഭവം എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ എങ്ങനെയാണ് ഈശോയെ അനുഭവിച്ചതെന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1 മുതൽ 4 വരെയുള്ള തിരുവചനത്തിൽ സാറ് പറഞ്ഞു, ഈശോയാണ് നമ്മളോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നത്. നമ്മൾ പഠിച്ചതും അല്ലേ? വളരെ ശ്രദ്ധിച്ചിരിക്കണം. ശിഷ്യന്മാർ എന്താ പറയുന്നതെന്ന് ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുക. വളരെ ശ്രദ്ധിച്ചിരിക്കണം. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷി നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടി ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങളിത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എല്ലാവരും ഒച്ചയിലെന്ന് പറഞ്ഞേ, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹ അനുഭവം ശിഷ്യന്മാർ എങ്ങനെയാണ് അനുഭവിച്ചതെന്നാണ് നമ്മൾ തിരുവചനത്തിലൂടെ വായിച്ച് കേട്ടതല്ലേ? എങ്ങനെയാ? നമുക്കറിയാം ശിഷ്യനെ എങ്ങനെയുള്ളവരായിരിക്കണം? ഗുരുവിനോടൊന്നിച്ച് വസിച്ച് ഗുരുവിനെ മനസ്സിലാക്കി ഗുരുസ്നേഹം അനുഭവിക്കുന്നവരാ ശിഷ്യന്മാർ അല്ലേ? അങ്ങനെയുള്ളവരെ നമ്മൾ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നത്.
ഗുരുവിനോടൊത്ത് താമസിച്ച് ഗുരുവിൻ്റെ സ്നേഹമൊക്കെ അനുഭവിച്ച് ഗുരുവിനെ മനസ്സിലാക്കി ശിഷ്യൻ, നമ്മൾ പറയും മക്കൾ, നമ്മുടെ വീട്ടിലെ മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളോടൊത്ത് വസിച്ച്, കുടുംബത്തിൽ വസിച്ച് മാതാപിതാക്കളുടെ സ്നേഹവും സംരക്ഷണവും ഒക്കെ അനുഭവിച്ച് വലിയ കരുതലോടെ നമ്മളെ കാത്തു പരിപാലിക്കും. അതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇതുപോലെ തന്നെയാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള, ഈശോയും തൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു. ഈശോ എപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടന്നു അല്ലേ? വളരെ കരുതലോടെ എവിടെ പോയാലും ഈശോ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് നടന്നത്. അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ചപ്പോഴും നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിക്കാൻ പോയപ്പോൾ, ബഥാനിയയിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി. അതുപോലെ എല്ലാ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ നേരത്തും ഈശോ ആരെ കൂടെ കൊണ്ടുപോയി? ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി. വലിയ സ്നേഹത്തോടെ എല്ലാ അത്ഭുത പ്രവൃത്തികളും ഈശോയുടെ പ്രസംഗങ്ങളും എല്ലാം അവരെ കേൾപ്പിച്ചു. ഈശോ എപ്പോഴും അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേ? ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, എങ്ങനെയാണ് ദൈവരാജ്യം നമുക്ക് നേടാൻ സാധിക്കുന്നത് എന്നെല്ലാം ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ച് ഈശോയെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം നൽകി. ഈശോയുടെ കൂടെ ആയിരുന്ന് ഈശോയെ അനുഭവിച്ചവർക്ക് മാത്രമേ അവിടുത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ആരെങ്കിലും പറഞ്ഞു കേട്ട് പറയുമ്പോൾ അതത്ര ഇതാകില്ല. നമ്മൾ സ്വന്തം അനുഭവിച്ചറിഞ്ഞത്, അല്ലേ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, നമ്മൾ കണ്ട ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമുക്ക് വലിയൊരു തീഷ്ണതയാണ് അല്ലേ? ഇതുപോലെ തന്നെയായിരുന്നു ഈ ശിഷ്യന്മാർ പറഞ്ഞത്. വെറുതെ പറയുമല്ല, ഈ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, സൂക്ഷിച്ച് വീക്ഷിച്ചത്, ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ സ്പർശിച്ചത് ആയ ജീവൻ്റെ വചനത്തെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റിയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അല്ലാതെ വെറുതെയുള്ള കാര്യങ്ങളല്ല ശിഷ്യന്മാർ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ തോമാസ് ലീഹ നമ്മുടെ ഭാരതത്തിൽ വന്ന് പറഞ്ഞതും എന്താണ്? തോമാസ് ലീഹ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതും ഹൃദയത്തിൽ എന്താണ് പറഞ്ഞത്, ജ്വലിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ഓരോ ശിഷ്യന്മാരും പഠിപ്പിച്ചത്. അതാ ഈശോ മിശിഹ അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. യൂദാസ് കറിയാത്ത നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യസ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് അല്ലേ? ഈശോനെ ഒറ്റുകൊടുത്തപ്പോൾ പുതിയൊരു ശിഷ്യനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ പത്രോസ് ലീഹ പറഞ്ഞു ഒരു മാനദണ്ഡമുണ്ട്. പത്രോസ് ലീഹ പറയാണ്, വെറുതെ അവരെ ഇവരെയൊന്നും ശിഷ്യനായിട്ട് ഇനി എടുക്കാൻ പറ്റിയല്ല. എന്താ പറഞ്ഞ മാനദണ്ഡം എന്നറിയാവോ? യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ, യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കേണ്ട നാൾ വരെ ഈശോ നമ്മോടുകൂടെ സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മോടുകൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം. ഒരൊറ്റ വ്യവസ്ഥയാണ് പത്രോസ് ലീഹ പറയുന്നത്. യോഹന്നാൻ്റെ സ്നാനം മുതൽ ഈശോ സ്വർഗത്തിലേക്ക് പോയ സമയം വരെയും നമ്മളോടുകൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം. ആര്? പുതിയൊരു ശിഷ്യൻ എന്ന് പത്രോസ് ലീഹ പറയുക. നമുക്കറിയാം, ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട സമയത്തെല്ലാം എന്താ പറഞ്ഞത്? ഹെലൻ പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞതെന്ന്. ഹെലനെ ഒന്നോടെ ഒന്ന് ഒച്ചേ പറഞ്ഞ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം. ഹെലൻ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. ഈശോ പ്രത്യക്ഷപ്പെട്ട സമയങ്ങളിൽ മുഴുവനും പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമെന്നാ. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പല പ്രാവശ്യം ഈ പ്രാർത്ഥന വൈദികന് നമ്മൾ നോക്കി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സമാധാനം നിങ്ങളോടുകൂടെ. കണ്ടിട്ടില്ലേ നമ്മൾ? വൈദികൻ നമ്മളെ ആശീർവദിച്ചുകൊണ്ട് പറയാം, നിങ്ങൾ സമാധാനം നിങ്ങളോടുകൂടെ. എന്നിട്ട് നമ്മളെല്ലാവരും ഒച്ച സ്വരത്തിൽ എന്ത് പറയും? അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയും അല്ലേ? എന്താ പറയുന്നത്? അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറയും. സമാധാനമായ ഈശോ നമ്മോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന വൈദികൻ നമ്മളോട് ആശംസിക്കുന്നു അല്ലേ? ഈശോ സമാധാനമാണ്. ഈ സമാധാനമായ ഈശോ നമ്മളോടൊത്ത് വസിക്കുമ്പോഴാണ് എന്താകുന്നത്? നമ്മൾ സ്വർഗരാജ്യത്തിലാകുന്നത്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക അല്ലേ? ഈ സ്വർഗരാജ്യം ഭൂമിയിലുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. സ്വർഗരാജ്യം ഭൂമിയിലുണ്ട്. ഈ സമാധാനമാകുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് എന്ത്? സ്വർഗരാജ്യം നമ്മുടെ ഇടയിലാകുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുമ്പോഴാണ് എന്താകുന്നത്? ദൈവരാജ്യം നമ്മുടെ ഇടയിലാകുന്നത്. ഈ സമാധാനം നമ്മുടെ സമൂഹത്തിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹ സ്വർഗരാജ്യത്തിന് തുല്യമാകുന്നത്.
പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഈശോ ആകുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കണം, നമ്മുടെ സമൂഹത്തിൽ വസിക്കണം. നമുക്കറിയാം, നമ്മുടെ പിതാവായ തോമാശ്ലീഹ നടത്തിയ വിശ്വാസ പ്രഖ്യാപനം നമ്മുടേതുമായിരിക്കണം. ഈശോ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എത്രയോ തീക്ഷ്ണമായിട്ടാണ് തോമാശ്ലീഹ ഈശോയെ കണ്ടപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിശ്വാസ പ്രഘോഷണം നടത്തിയതല്ലേ. ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറയണം. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നമ്മുടെ കർത്താവും ദൈവവും നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനുമായി നമ്മൾ സ്വീകരിക്കണം. ഈശോയെ നമ്മുടെ കർത്താവും ദൈവവുമായി നമുക്ക് ഏറ്റു പറയുന്നത് എപ്പോഴാണ്? ഈശോയോട് കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ്. ഈശോയോട് കൂടി നമ്മൾ ജീവിക്കുമ്പോൾ, ഈശോയുടെ സ്നേഹവും സന്തോഷവും നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കും ഈശോയെ കർത്താവ് നാഥനുമായി സ്വീകരിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയാൻ വേണ്ടിയിട്ട് സാധിക്കും. സാറ് ഈ പാഠം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എന്താ സാറ് പഠിപ്പിച്ചത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്, അല്ലേ? ആരുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു? തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായ വിശ്വാസ പ്രഖ്യാപനമാണ് തോമാശ്ലീഹ നടത്തിയത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് തോമാശ്ലീഹ അംഗീകരിക്കുക. ഈശോ നമ്മളോടും പറയുന്നത് എന്താ? നമ്മളും ഈ ഈശോയെ നമ്മുടെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് ഈശോ ആകുന്ന സമാധാനം, ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് സമാധാനമെന്ന ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാപിക്കണം. വെറുതെ ഇരുന്നാൽ, എൻ്റെ മക്കളെ, വെറുതെ ഇരുന്നാൽ ഈശോ പ്രത്യക്ഷപ്പെടുവോ? ഇല്ല. തോമാശ്ലീഹ വാശി പിടിച്ചു, അല്ലേ? ഈശോയെ കാണണമെന്ന്. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ മനോഹരമായ ഒരു പാട്ട് നിങ്ങളെ പാടി കേൾപ്പിച്ചു, നമ്മുടെ മാതാപിതാക്കൾ ഈശോയെ കാണണമെന്നുള്ള പാട്ടല്ലേ. അതുപോലെ നമ്മളും തീഷ്ണമായിട്ട് ആഗ്രഹിക്കണം. ഈശോയെ കാണാനും ഈശോയെ അനുഭവിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കണം. കുഞ്ഞുങ്ങളായ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അപ്പോഴാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുന്നത്. അപ്പോഴാണ് ഈ വേദപാഠ ക്ലാസ്സൊക്കെ അർത്ഥവത്താകുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ആഗ്രഹിക്കണം. സാർ വഴി കാട്ടാൻ ഒരു തിരുവചനം നിങ്ങളെ പഠിപ്പിക്കാം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യോഹന്നാൻ 20:29 എന്താ? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സാറ് പറഞ്ഞു നമ്മളെക്കുറിച്ചാ. ശിഷ്യന്മാർ ഈശോയെ കണ്ട് വിശ്വസിച്ചവരാ. നമ്മൾ ഈശോയെ കാണാതെ വിശ്വസിക്കുന്നവരാ, അല്ലേ? ഈശോയെ കാണാതെ വിശ്വസിക്കുന്നവരാ. ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നതുകൊണ്ടും ഈശോയുടെ കരുതൽ അനുഭവിക്കുന്നതുകൊണ്ടൊക്കെ ഈശോ നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അടുത്ത് വലിയ ഭാഗ്യവാന്മാരാണ്, അല്ലെ? നമ്മൾ ലോകത്തിൽ വലിയ ഭാഗ്യവാന്മാരാണെന്നാണ് ഈശോ പറയുന്നത്. കഴിഞ്ഞ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി അയച്ചു. പല അധ്യാപകരും സാറിനെ വിളിച്ച് പറഞ്ഞു മിടുക്കരായിട്ട് നിങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടെന്ന്. സാർ ഇന്ന് 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഉദ്ധിതനായ ഈശോയെ കണ്ടപ്പോൾ തോമാശ്ലീഹ എന്താ ചെയ്തത്? തോമാശ്ലീഹ എന്ത് ചെയ്തു? അവൻ്റെ പാർശ്വത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി തോമാശ്ലീഹയോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക എന്ന് പറഞ്ഞപ്പോൾ തോമാശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് തോമാശ്ലീഹ വലിയ ഒരു വിശ്വാസ പ്രഘോഷണം നടത്തുകയാണ്. അതുപോലെ ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാരെ കണ്ടപ്പോൾ എല്ലാം ആശംസിച്ചത് എന്താണ്? ഹെലൻ പറഞ്ഞു, നല്ല സൗണ്ടിൽ ഹെലൻ പറഞ്ഞു, ഹെലൻ മിടുക്കിയായിട്ട് പറഞ്ഞു, എന്താണ്? നിങ്ങൾക്ക് സമാധാനം. ഈശോ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈശോ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈശോ പ്രത്യക്ഷപ്പെട്ട സമയങ്ങളിൽ മുഴുവനും പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനമാണ്. അതുപോലെ യൂദാസിന് പകരം ശിഷ്യനെ തിരഞ്ഞെടുക്കുന്നതിന് പത്രോസ് നൽകിയ മാനദണ്ഡം എന്തായിരുന്നു? യോഹന്നാൻ്റെ സ്നാനം മുതൽ ഈശോ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ നമ്മളോടുകൂടി ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം നമ്മുടെ പുതിയ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന്. മക്കൾ, ഇത് 3 ചോദ്യത്തിൻ്റെ ഉത്തരവ് എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഈ പാഠം പഠിക്കുന്ന വഴി നമ്മുടെ മനസ്സിൽ വലിയൊരു തീരുമാനമെടുക്കണം. നമുക്കറിയാം, തോമാശ്ലീഹ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനമാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമെന്ന് സാർ നിങ്ങളെ പഠിപ്പിച്ചു, അല്ലേ? എന്തായിരുന്നു തോമാശ്ലീഹ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നല്ലേ? ഈ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കൂടെ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് ചെല്ലണം. ആവർത്തിച്ച് ചെല്ലും നമ്മൾ. ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. സമാധാനമായ ഈശോ, അല്ലേ? സമാധാനമായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും,
നമ്മുടെ കുടുംബത്തിലും വലിയ സന്തോഷമുണ്ടാകും. നമുക്കറിയാം നമ്മുടെ പലരുടെയും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, ഇല്ലേ കുഞ്ഞുമക്കളെ? ഉണ്ട്. ഇതെല്ലാം ഈ സമാധാനമായ ഈശോ നമ്മുടെ ഭവനത്തിൽ വന്നു കഴിയുമ്പോൾ അതിന് വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ സന്തോഷമുണ്ടാകും. അതുകൊണ്ട് എൻ്റെ മക്കൾ കൂടെ മനസ്സിൽ എപ്പോഴും ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, സമാധാനമായ എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഉദ്ധാനം ചെയ്ത് ശിഷ്യർക്ക് സമാധാനം ആശംസിച്ചതുപോലെ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സമാധാനമായി കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമാധാനമായി കടന്നു വരണമേ. ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്കെല്ലാം അങ്ങയുടെ സമാധാനം അയക്കണമേ. ഈശോയെ, എപ്പോഴും ഉദ്ധിതനായ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ, ഞങ്ങളുടെ വിശ്വാസികളുടെ പിതാവുമായ തോമാസ് ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള ആ വിശ്വാസ പ്രഘോഷണം ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിതത്തിലുടനീളം അങ്ങയുടെ സ്നേഹവും സമാധാനവും അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടവരുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സമാധാനമായ ഈശോ, വിദൂരത്തിലായിരിക്കുന്ന നമ്മെ സമീപസ്ഥനായ ഈശോ ഉണ്ട്, അല്ലേ? ആ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.